ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ സീരീൻ റളിയല്ലാഹു അൻഹു പറയാം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഈത്തപ്പഴത്തിന് 1000 ദിർഹം വിലയെത്തി. ഈത്തപ്പഴത്തിന്റെ വില 1000 ദിർഹം. അങ്ങനെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു ഈത്തപ്പന എടുത്ത് അതിൻ്റെ കാമ്പ് ഉമ്മാക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. അപ്പൊ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ യഹ്മിലുക അലാ ഹാദാ വഅൻത തറ അന്നഖലത ഖദ് ബലഗത് 1000 ദിർഹം. നിങ്ങൾ എന്തായി ചെയ്യുന്നത്? ഈത്തപ്പഴത്തിന്റെ വില എത്ര നിങ്ങൾക്കറിയോ? 1000 ദിർഹമാണ്. ഇത്രയും വലിയ വിലയുള്ള ഈത്തപ്പഴം നിങ്ങളിങ്ങനെ ഉമ്മാക്ക് ഫ്രീ ആയി ഭക്ഷിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന ഉമ്മി സഅൽതനി, എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചു ഇത്. വലാ തസ്അൽനി ഷൈഅൻ അഖ്ദിറു അലൈഹി ഇല്ലാ അതൈതുഹാ. എൻ്റെ ഉമ്മ ഏത് കാര്യം എന്നോട് ചോദിച്ചാലും എനിക്ക് കൊണ്ടു കൊടുക്കാൻ കഴിയുന്നതാണോ ഞാനത് കൊടുക്കാതിരുന്നിട്ടില്ല. ഉമ്മ എന്ത് ചോദിച്ചാലും എനിക്ക് എത്തിക്കാൻ കഴിയുന്ന, കൊടുക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. ഉമ്മയേക്കാൾ വില വരുമോ 1000 ദിർഹമിന്? ഉമ്മയേക്കാൾ വില വരുമോ ഈത്തപ്പഴത്തിന്? ഒരിക്കലുമില്ല. ഉമ്മയുടെ വില എത്രയാണ് നമുക്ക് നിശ്ചയിക്കാൻ കഴിയോ? ഒരിക്കലും കഴിയുകയില്ല. അപ്പൊ ഉമ്മയുടെ മുമ്പിൽ ഈ ഈത്തപ്പഴവും 1000 ദിർഹമും എനിക്കൊന്നുമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ എല്ലാമാണ് നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ. അവരാണ് എല്ലാം. ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്ന കാലം അത് നമ്മുടെ സുവർണ കാലഘട്ടമാണ്. അവർക്ക് വേണ്ടി ഖിദ്മത്ത് ജീവിച്ചിരിക്കുന്ന കാലം മാതാപിതാക്കൾ ഖിദ്മത്ത് എടുക്കണം. മുത്തുനബിയുടെ അരികിലേക്ക് വന്നിട്ട് സഹാബി ചോദിച്ചു, നബിയെ, ഞാൻ യുദ്ധത്തിന് വരട്ടെ? അപ്പൊ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ചോദിച്ചു, നിങ്ങൾക്ക് പ്രായമായ മാതാപിതാക്കളുണ്ടോ? ഉണ്ട്. എന്നാൽ നിങ്ങൾ അവർക്ക് ഖിദ്മത്ത് ചെയ്യണം. ആ സേവനമാണ് നിങ്ങൾ യുദ്ധത്തിന് വരുന്നതിനേക്കാൾ ഖൈർ. നോക്ക്, നിങ്ങൾ മാതാപിതാക്കൾക്കുള്ള വില എത്രയാണ്? ഇസ്ലാം കൊടുത്ത വില നോക്കി. നിങ്ങൾ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ ആദരിച്ച് ബഹുമാനിച്ച് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട ഒരു വിഭാഗമാണ് മാതാപിതാക്കൾ. ഒരിക്കലും അവരെ നമ്മൾ ചെറുതാക്കി കാണാൻ പാടില്ല. അതാണ് സ്വഹാബിയായ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉമ്മയേക്കാൾ വില വരുമോ ഈത്തപ്പഴത്തിന് 1000 ദിർഹമിന്? നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ അറിയാതെങ്ങാനും ഉമ്മയുടെ കയ്യിൽ നിന്ന് താഴെ വീണാൽ നമ്മൾ കോപിക്കാൻ പാടില്ല, നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. കാരണം ഉമ്മയേക്കാൾ വില ആ മൊബൈൽ ഫോണിനില്ല എന്ന സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ.